നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് പല ആളുകളും മദ്യത്തിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളോട് അഡിക്റ്റ് ആവുന്നതെന്ന്? ഇത് അവർ വിചാരിച്ചാൽ തനിയെ നിർത്താൻ പറ്റുന്ന ഒന്നാണോ? ലഹരി വസ്തുക്കൾക്ക് അഡിക്റ്റ് ആവുന്ന, ഇപ്പം പ്രത്യേകിച്ച് മദ്യം പോലുള്ള വസ്തുക്കൾക്ക് അഡിക്റ്റ് ആവുന്നവരെ പറ്റി സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധാരണയുണ്ട്. ഇത് അവർക്കൊരു സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് അവരുടെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ്, ഇവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു വിചാരമാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറ്. എന്നാൽ ഇതൊരു രോഗാവസ്ഥയാണ് എന്നുള്ളതിനെപ്പറ്റി ആളുകൾക്ക് പൊതുവേ ഒരു ധാരണ കുറവുണ്ട്. എങ്ങനെയാണ് ഈ ലഹരി അടിമത്തം ഒരു രോഗാവസ്ഥയാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വല്ലപ്പോഴും ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം പേരുണ്ടാകുമല്ലോ. ഭൂരിഭാഗം പേര് ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ തന്നെ ഈ വല്ലപ്പോഴും സുഹൃത്തുക്കൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അല്ലാത്ത സമയങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ട് നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഒരു അഡിക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ കുഴപ്പം? അപ്പം ഇതിൻ്റെ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മുൻഭാഗമുണ്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മുൻഭാഗം. ഈ ഭാഗത്തിന് നമ്മുടെ ചെയ്തികളുടെ മേലെ ഒരു നിയന്ത്രണമുണ്ട്. അതായത് എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത് എന്ന് നമ്മളെ പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് നമുക്കറിയാം. അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കാം, നമ്മുടെ വ്യക്തി ജീവിതത്തെ, ജോലിയെ, പഠനത്തെയൊക്കെ ബാധിക്കാം എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ വല്ലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരുന്ന് നമ്മുടെ നോർമൽ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ശരിയായിട്ട് പ്രവർത്തിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ശരിയായിട്ട് പ്രവർത്തിക്കാത്തപ്പോൾ അവർക്ക് യുക്തിപരമായി തീരുമാനം എടുക്കാൻ ഒരു പ്രശ്നമുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ ഒരു ലഹരി അടിമത്തം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയിലോട്ട് വീണു പോകുന്നത്. എപ്പോഴാണ് ഇത് ശരിയായിട്ട് പ്രവർത്തിക്കാത്തത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ജനിതകമായ കാരണങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള ചില ജീനുകൾ നമ്മളെ ഈ ഒരു അഡിക്ഷനിലോട്ട് വലിച്ചടിപ്പിക്കാം. ഇപ്പോൾ പലപ്പോഴും ഈ ലഹരി അടിമത്തമുള്ള ആളുകളുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുൻ തലമുറയിൽ മിക്കപ്പോഴും ഇത്തരം മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ചില മാനസിക രോഗാവസ്ഥകളും ആളുകളെ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലോട്ട് നയിക്കാം. ഉദാഹരണത്തിന് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപ്പോളാർ ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ രോഗങ്ങൾ ഉള്ള ആളുകളിലും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അമിതമായി കാണാറുണ്ട്. ലഹരി വസ്തുക്കളുടെ ഒരു ഉപയോഗത്തിൻ്റെ ഒരു ന്യൂറോബയോളജി, അത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു വിശദീകരണമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഇതിൽ നിന്ന് മുക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് പറ്റാത്തതിനാൽ അവർ വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട പിന്തുണ നൽകി ശാസ്ത്രീയമായ ചികിത്സ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരാൾ മദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഹരി വസ്തുവിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് ഒരു എളുപ്പ കാര്യമല്ല. ചിലപ്പോൾ ഒരാൾ കുറച്ച് നാൾ മദ്യം നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും അതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീണ്ടും ചികിത്സിക്കേണ്ടി വരും. ഇതൊരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെയാണ്. ആദ്യം കുറേ തവണ വീഴും, കുറേ തവണ വീണതിന് ശേഷമായിരിക്കും കൃത്യമായിട്ട് നടക്കാൻ അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ മദ്യം നിർത്തിയ ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീണ്ടും മദ്യപാനം തുടങ്ങാനുള്ള തീർച്ചയായിട്ടും വലിയ വലിയ സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോൾ പോകുമ്പോഴത്തേനും ഇനിയിപ്പോൾ രക്ഷയില്ല, ചികിത്സ എടുത്തിട്ടും ഇയാൾ അതിലോട്ട് പോയി, ഇനിയിപ്പോൾ എല്ലാം വിട്ടേക്കാം എന്ന് നമ്മൾ കരുതാൻ പാടില്ല. അവരെ വീണ്ടും ചികിത്സയ്ക്ക് കൊണ്ടുവരിക, ചികിത്സ എടുപ്പിക്കുക. കുറേ തവണ വീണ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും മദ്യം ഇല്ലാതെ ഒരു ജീവിതത്തോടെ എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുമെന്ന്. അത്തരമൊരു സ്റ്റേജിലോട്ട് എത്തുന്നവരെ നമ്മൾ അവർക്ക് വേണ്ട പിന്തുണയും ശാസ്ത്രീയമായ ചികിത്സയും നൽകേണ്ടതാണ്.